പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയൻ്റെ പ്രാതിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലോകശ്രദ്ധ നേടിയ രണ്ട് കാര്യങ്ങളാണ് ഈ ആഴ്ച കടന്നുപോയത്. ഒന്ന്, ഡൽഹിയിലെ ജന്തർ മന്ദറിൽ ആരംഭിച്ച CJP യുവജന വിദ്യാർത്ഥി പ്രതിഷേധം രാജ്യവ്യാപകമായിട്ട്, ഒപ്പം ലോകശ്രദ്ധ നേടിയ ഒരു പ്രതിഷേധമായിട്ട് ഇത് മാറി. ദേശീയ അന്തർദേശീയ മാധ്യമങ്ങൾ ഈ വിദ്യാർത്ഥി സമരം റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. സമരം അടിച്ചമർത്തുവാനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ നടപടിയിൽ ഡൽഹി പോലീസും വിദ്യാർത്ഥിയും തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ നിരവധി പേർക്ക് പരിക്കേൽക്കുകയുണ്ടായി. ചരിത്രം സാക്ഷിയാണ്. ആർക്കും ഒരിക്കലും വിപ്ലവത്തെ അടിച്ചമർത്തുവാനായിട്ട് സാധിക്കില്ല. യു ക്യാൻ നെവർ സപ്രസ് എ റെവല്യൂഷൻ. രണ്ടാമത്തതാണ് ഫിഫ ലോകകപ്പ് 2026. ലോകകപ്പ് ആവേശമേറിയ പല മത്സരങ്ങൾ കാഴ്ചവെക്കുകയുണ്ടായി. ഏറ്റവും ആവേശജനകമായിട്ടുള്ള ഒന്നായിരുന്നു ഫൈനൽ മത്സരം. എന്നാൽ അർജൻറ്റീന ആരാധകരെ നിരാശപ്പെടുത്തിയ ഒന്നായിരുന്നു ഫൈനൽ മത്സരം. ഞാൻ ഉൾപ്പെടെ പലരും പ്രതീക്ഷിച്ചിരുന്നു മെസ്സിക്ക് ഗോൾഡൻ ബൂട്ട് ലഭിക്കുമെന്ന്. എന്നാൽ ആ ഒരു തലത്തിലേക്ക് എത്തിച്ചേരുവാനായിട്ട് മെസ്സിക്ക് സാധിച്ചില്ല. കിലിയൻ എംബാപ്പെ 10 ഗോളുകൾ നേടി ഫിഫ ലോകകപ്പ് 2026 ഗോൾഡൻ ബൂട്ട് നേടുകയുണ്ടായി. 2022 ഫിഫ ലോകകപ്പിലും 8 ഗോളുകൾ നേടി കിലിയൻ എംബാപ്പെ തന്നെയാണ് ഗോൾഡൻ ബൂട്ട് കരസ്ഥമാക്കിയത്. ഈ കഴിഞ്ഞ ദിവസം എംബാപ്പയുടെ ഒരു ഇൻ്റർവ്യൂ ഞാൻ വായിക്കുവാനായിട്ട് ഇടയായി. ആ ഇൻ്റർവ്യൂവിൽ എംബാപ്പെ പറഞ്ഞ ഒരു കാര്യം എന്നെ ഏറെ ആകർഷിച്ചു, എന്നെ ഏറെ സ്പർശിച്ചു. ഫുട്ബോൾ പരിശീലനത്തിന് വേണ്ടിയിട്ട് തൻ്റെ കൗമാരത്തിലെ ഒത്തിരി ആഗ്രഹങ്ങൾ അദ്ദേഹം വേണ്ടെന്ന് വെച്ചു. പലപ്പോഴും കൂട്ടുകാരുടെ കൂടെ കറങ്ങുവാനായിട്ട്, പുറത്തു പോകുവാനായിട്ട്, യാത്ര ചെയ്യുവാനായിട്ട് ഒന്നും അദ്ദേഹത്തിന് സാധിച്ചില്ല. ഫുട്ബോൾ എന്ന ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് ഒത്തിരി ത്യാഗങ്ങൾ വേണ്ടി വന്നു. ഒരു വലിയ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് വേറെ പലതും വേണ്ടെന്ന് വെക്കേണ്ടതായിട്ട് വന്നു. ചുരുക്കത്തിൽ ഏറ്റവും മൂല്യമുള്ളത് കരസ്ഥമാക്കുവാൻ പലതും അദ്ദേഹം വേണ്ടെന്ന് വെച്ചു. ജീവിതത്തിൽ ഉയരങ്ങൾ കീഴടക്കിയ പലരും, നിരവധി ത്യാഗങ്ങൾ, ജീവിതത്തിൽ നിരവധി ഉപേക്ഷണം നടത്തിയവരാണ്. ചുരുക്കത്തിൽ വിലയേറിയത് കരസ്ഥമാക്കുവാൻ വേണ്ടി വേറെ പലതും അതിന് വിലയായിട്ട് നൽകേണ്ടതായിട്ട് വരും. എന്നാൽ മാത്രമേ വിലയുള്ളത് ലഭിക്കുകയുള്ളൂ, വിലയുള്ളത് കരസ്ഥമാക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇന്നത്തെ സുവിശേഷ ഭാഗത്തേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ കാണുവാൻ സാധിക്കുക, ദൈവരാജ്യമാകുന്ന, സ്വർഗരാജ്യമാകുന്ന രത്നം കരസ്ഥമാക്കുവാൻ വേണ്ടിയിട്ട് എല്ലാം വിൽക്കുന്ന രത്ന വ്യാപാരിയെ, അതുപോലെ തന്നെ ദൈവരാജ്യമാകുന്ന നിധി കരസ്ഥമാക്കുവാൻ വേണ്ടിയിട്ട് എല്ലാം വിൽക്കുന്ന മറ്റൊരു വ്യക്തിയുമാണ്. ദൈവരാജ്യത്തെക്കുറിച്ചുള്ള തിരുവചന ഭാഗങ്ങളാണ് നമ്മൾ ഈ കഴിഞ്ഞ ഞായറാഴ്ചകൾ ധ്യാനിച്ചത്. കഴിഞ്ഞ ഞായറാഴ്ച നമ്മൾ ദൈവരാജ്യത്തെക്കുറിച്ചുള്ള 3 ഉപമകൾ വായിച്ചു കേൾക്കുകയുണ്ടായി, ധ്യാനിക്കുകയുണ്ടായി. അതിന് മുൻപത്തെ ഞായറാഴ്ച ദൈവരാജ്യത്തെക്കുറിച്ചുള്ള വിധക്കാരൻ്റെ ഉപമയെക്കുറിച്ച് നമ്മൾ വായിച്ച് കേൾക്കുകയുണ്ടായി. നമ്മൾ ഇന്നത്തെ ഈ ഞായറാഴ്ചയും ദൈവരാജ്യത്തെക്കുറിച്ചുള്ള ഉപമയാണ് ധ്യാനിക്കുന്നത്. നിധിയുടെയും രത്നത്തിൻ്റെയും വലയുടെയും ഉപമകൾ. നിധിയുടെയും രത്നത്തിൻ്റെ ഉപമയിലൂടെ ദൈവരാജ്യത്തിൻ്റെ മൂല്യത്തെക്കുറിച്ചും വലയുടെ ഉപമയിലൂടെ അന്ത്യനാളിലെ വിധിയെക്കുറിച്ചുമുള്ള രഹസ്യങ്ങളാണ് ഈ ഷോ നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. ദൈവരാജ്യത്തിൻ്റെ മൂല്യത്തെക്കുറിച്ചാണ് ഈ ഉപമകളിലൂടെ സംസാരിക്കുന്നത്. അതായത് ഏറ്റവും മൂല്യമേത് കരസ്ഥമാക്കുവാനായിട്ട് എല്ലാം വിൽക്കുന്ന രത്ന വ്യാപാരിയും സർവ്വസമ്പത്തും വിൽക്കുന്ന മറ്റൊരു വ്യക്തിയുമാണ് നമ്മൾ വചനഭാഗത്ത് കണ്ടുമുട്ടുക. ഒന്നാമത്തെ ഉപമയിൽ വായിൽ ഒളിച്ചു വച്ചിരിക്കുന്ന നിധിക്ക് തുല്യമാണ് സ്വർഗരാജ്യമെന്നാണ് യേശു പഠിപ്പിക്കുന്നത്. സ്വർഗരാജ്യം ഒരു നിധിയാണ്, എന്നാൽ അത് വയലിൽ ഒളിച്ചു വയ്ക്കപ്പെട്ട നിധി പോലെയാണ്. ഒളിച്ചു വച്ചിരിക്കുന്ന ഈ നിധി കണ്ടെത്തുക എന്നതാണ് പ്രധാനം. അത് കണ്ടെത്തുന്നവൻ അത് നഷ്ടപ്പെടാതിരിക്കുവാൻ രഹസ്യമായിട്ട് ആ കാര്യം സൂക്ഷിക്കുന്നു. പിന്നീട് തനിക്കുള്ളതെല്ലാം വിറ്റ് അത് സ്വന്തമാക്കുന്നു. എന്തുകൊണ്ടാണ് വയലിൽ ഒളിപ്പിക്കപ്പെട്ട നിധിയുമായിട്ട് സ്വർഗരാജ്യത്തെ താരതമ്യപ്പെടുത്തുവാനുള്ള കാര്യം? ഒരുപക്ഷെ നമുക്കിത് വളരെ അപരിചിതമായിട്ട് തോന്നിയേക്കാം. എന്നാൽ യഹൂദർക്ക് ഈ ഉപമ സുപരിചിതമായിട്ടുള്ള ഒന്നാണ്. ഇന്നത്തെ പോലെ
ബാങ്കോ ലോക്കർ സംവിധാനങ്ങളോ ഒന്നും ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. അവരുടെ സ്വത്ത് അവർ വീടിനകത്താണ് സൂക്ഷിച്ചിരുന്നത്. കള്ളന്മാർ മോഷ്ടിക്കുവാനുള്ള സാധ്യതയേറെ ഉണ്ടായിരുന്നു. മാത്രമല്ല, ഇസ്രായേൽ അക്കാലത്ത് ശക്തരായിട്ടുള്ള സാമ്രാജ്യ ശക്തികൾക്കിടയിലാണ് ജീവിച്ചിരുന്നത്. റോമൻ സാമ്രാജ്യത്തിൻ്റെ കോളനിവൽക്കരണത്തിൽ കീഴിലായിരുന്നു ഇസ്രായേലിൻ്റെ തെക്ക് ഭാഗത്ത് ഈജിപ്തും കിഴക്ക് ഭാഗത്ത് ബാബിലോൺ പേർഷ്യൻ സാമ്രാജ്യങ്ങളും വടക്ക് അസിറിയയുമായിരുന്നു. ഈ രാജ്യങ്ങളെല്ലാം ഇസ്രായേലുമായിട്ട് പലവട്ടം യുദ്ധത്തിലേർപ്പെട്ടിരുന്നു. മാത്രമല്ല, ഇസ്രായേലിലെ ചില ഗോത്രങ്ങൾ തമ്മിലും വിജാതീയ ഗോത്രങ്ങൾ തമ്മിലും ശത്രുതയും വഴക്കുമുണ്ടായിരുന്നു. ചില സമയങ്ങളിൽ ആക്രമണങ്ങളുണ്ടായിരുന്നു. റോമൻ ജൂത ചരിത്രകാരനും സൈനിക നേതാവുമായിട്ടുള്ള ഫ്ലാവിയസ് ജോസഫസ് എഴുതുന്നതനുസരിച്ച് ഇസ്രായേൽക്കാർ ആ കാലത്ത് അത്ര സുരക്ഷിതരായിരുന്നില്ല. അതുകൊണ്ട് തന്നെ വീടുകളിൽ സൂക്ഷിച്ചിരുന്ന സ്വത്തും അത്ര സുരക്ഷിതമായിരുന്നില്ല. അതുകൊണ്ട് അവർ പലപ്പോഴും വിലപിടിപ്പുള്ള സ്വത്തുക്കൾ സഞ്ചിയിലും വസ്ത്രത്തിലുമൊക്കെ പൊതിഞ്ഞ് അവരുടെ തന്നെ വയലുകളിൽ കുഴിച്ചിടുക പതിവായിരുന്നു. അതിൽ സ്വർണവും വെള്ളിയും വസ്ത്രവും ധാന്യങ്ങളും മറ്റു വിളകളും എല്ലാം ഉണ്ടായിരിക്കും. വയലിൽ ഇപ്രകാരം തൻ്റെ സ്വത്ത് കുഴിച്ചിട്ട ഒരാൾ മരിക്കുകയോ കൊല്ലപ്പെടുകയോ വിപ്രവാസിയായിട്ട് പിടിപ്പിക്കപ്പെടുകയോ ചെയ്താൽ അയാളുടെ സ്വത്ത് അന്യാധീനമാകും. അങ്ങനെ ഒരാൾ മരിച്ചാൽ അയാൾ സ്വന്തം വയലിൽ നിക്ഷേപിച്ചിരിക്കുന്ന സ്വത്തിനെക്കുറിച്ച് അറിവുള്ള മറ്റൊരാൾ എന്ത് വില കൊടുത്തും ആ വയൽ സ്വന്തമാക്കും. അതുവരെയും ആരും കാണാതിരിക്കുവാൻ ആ സ്വത്ത് അയാൾ തന്നെ മറച്ചു പിടിക്കും. ഇതാണ് യേശു പറഞ്ഞ ഉപമയുടെ പശ്ചാത്തലം. ഈ ഉപമയിലെ ധാർമ്മികത ഒരുപക്ഷെ ചോദ്യം ചെയ്യപ്പെട്ടേക്കാം. എന്നാൽ ഈ മനുഷ്യൻ ഒരു രീതിയിലും തെറ്റു ചെയ്യുന്നതായിട്ട് കാണുന്നില്ല. കാരണം ഒന്ന്, പ്രസ്തുത വയലിൽ നിധി കണ്ടെത്തിയ അയാൾ അത് മോഷ്ടിക്കുന്നില്ല. രണ്ട്, യഹൂദ നിയമം അനുസരിച്ച് ഇത്തരം സാഹചര്യങ്ങൾ അത് കണ്ടെത്തുന്ന ആൾക്ക് അത് സ്വന്തമാക്കുവാൻ ചില ഇളവുകളുണ്ട്. ആ വയലിൽ നിധിയുണ്ട് എന്ന് അറിയുന്നവൻ അത് വിൽക്കുവാൻ തയ്യാറില്ലെങ്കിൽ പോലും അതിൻ്റെ പങ്ക് കണ്ടെത്തുന്ന ആൾക്ക് നൽകേണ്ടതുണ്ട്. മൂന്നാമതായിട്ട്, തനിക്കുള്ളതെല്ലാം വിറ്റാണ് അയാൾ സ്വന്തമാക്കുന്നത് എന്നുകൊണ്ട് അയാൾ ചെയ്യുന്ന പ്രവൃത്തി നിയമാനുസൃതമാണ്. അതുകൊണ്ട് ഈ മനുഷ്യൻ ധാർമ്മികതയ്ക്ക് ഇരിക്കാത്തതൊന്നും തന്നെ ചെയ്യുന്നില്ല. യേശു പറഞ്ഞ ഈ ഉപമ യഹൂദർക്ക് ഒരു മുന്നറിയിപ്പ് കൂടിയാണ്. അബ്രാഹത്തിൻ്റെ മക്കളെന്ന് നിരന്തരം അഭിമാനിച്ചിരുന്ന അവർക്ക് അബ്രാഹം ഒളിപ്പിച്ചു വച്ചിരുന്ന നിധി കണ്ടെത്തുവാൻ സാധിച്ചില്ല. അബ്രാഹത്തിൻ്റെ പുത്രനായ ദാവീദിൻ്റെ പുത്രനായ യേശു ക്രിസ്തുവാണ് ആ നിധി എന്ന് അവർക്ക് പലർക്കും മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചില്ല. യേശു വിഭാവനം ചെയ്യുന്ന സ്വർഗരാജ്യത്തെയും കണ്ടെത്തുന്നവർ മറ്റെല്ലാം ഉപേക്ഷിച്ച് എന്ത് വില കൊടുത്തും അത് സ്വന്തമാക്കും. ലൂക്ക 5:1-11 വരെയുള്ള വചനം നമ്മൾ അവിടെ കാണുന്നുണ്ട്. വഞ്ചിയും വലയും ഉപേക്ഷിച്ച് മാതാപിതാക്കളെയും വിട്ട് പ്രഥമ ശിഷ്യരായിട്ടുള്ള ശിമയോനും സഹോദരൻ അന്ത്രയോസും സെബെദീപുത്രന്മാരായിട്ടുള്ള യാക്കോബും യോഹന്നാനും യേശുവിനെ അനുഗമിക്കുവാനുള്ള കാരണം യേശു എന്ന യഥാർത്ഥ നിധി കണ്ടെത്തിയതുകൊണ്ടാണ്. യേശു എന്ന നിധിയെ കണ്ടെത്തുന്നവർ മറ്റൊന്നിനും പിന്നീട് വില കൽപ്പിക്കുകയില്ല. യേശുവിലുള്ള വിശ്വാസത്തെ പ്രതി ജീവൻ പോലും വെടിഞ്ഞ രക്തസാക്ഷികളുടെ ചരിത്രം, യേശുവിനോടുള്ള സ്നേഹത്തെ പ്രതി ലൗകിക സന്തോഷങ്ങൾ വെടിഞ്ഞ വിശുദ്ധരുടെ ജീവിതമൊക്കെ പഠിപ്പിക്കുന്ന പാഠം അതാണ്. യേശു എന്ന യഥാർത്ഥ നിധിയെ കണ്ടെത്തിയത് കൊണ്ടുവന്നവർ പലരും സന്യാസവും പൗരോഹിത്യമെല്ലാം തിരഞ്ഞെടുക്കുവാനുള്ള കാരണം, ഞാൻ എൻ്റെ പൗരോഹിത്യത്തിൽ എന്നും അഭിമാനവും സന്തോഷവും കൊള്ളുവാനുള്ള കാരണം യേശു എന്ന നിധിയാണ്. ആ നിധി കണ്ടെത്തുന്നവൻ സാധിച്ചു എന്നതാണ് എൻ്റെ സന്തോഷം. വടക്കേ ഇന്ത്യയിൽ ഇന്നും നിരവധി ക്രൈസ്തവ മതപീഡനത്തിന് ഇരയാകുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാന കാരണം ക്രിസ്തു ഇന്നും അവരുടെ യഥാർത്ഥ നിധിയായി തുടരുന്നു എന്നതാണ്. നല്ല രത്നം തേടുന്ന വ്യാപാരിയുടെ രണ്ടാമത്തെ ഉപമയും ഇതുപോലെ പ്രധാനപ്പെട്ടതാണ്. രത്നത്തിൻ്റെ ഉപമയും ഒരുപക്ഷെ നമുക്ക് അല്പം അന്യമായിട്ട് തോന്നാം. എന്നാൽ യഹൂദർക്ക് അങ്ങനെയല്ല. ഇന്നും ലോകത്തെ ഏറ്റവും കൂടുതൽ രത്നം ഖനനം ചെയ്യുന്നതും വ്യാപാരം നടത്തുന്നതും അവർ തന്നെയാണല്ലോ. യേശുവിൻ്റെ കാലത്തും രത്നവ്യാപാരം സാധാരണമായിരുന്നു. മലയാളികൾ സ്വർണം ധരിക്കുന്നത് പോലെയും നിക്ഷേപമായിട്ട് സൂക്ഷിക്കുന്ന പോലെയും യഹൂദർ രത്നം സംഭരിച്ചിരുന്നു. ഉപമയിലെ രത്നവ്യാപാരി ചെയ്യുന്നത് വിലയേറിയ ഒരു രത്നം തേടുകയും അത് കണ്ടെത്തുകയും തനിക്കുള്ളതെല്ലാം വിറ്റ് അത് സ്വന്തമാക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. വയലിലെ നിധിയുടെ ഉപമയിൽ അത് കണ്ടെത്തുന്നത് യാദൃച്ഛികമായിട്ടാണെങ്കിലും
രത്നം കണ്ടെത്തുന്നത് അതിനപ്പുറമുള്ള ഒരു അന്വേഷണത്തിലൂടെയാണ്. ഇവിടെ വ്യാപാരി കണ്ടെത്തുന്ന വിലപിടിപ്പുള്ള രത്നം യേശു ക്രിസ്തു തന്നെയാണ്. യേശുവിനെ കണ്ടെത്തുന്നവൻ മറ്റൊന്നിനും പിന്നീട് വില കൽപ്പിക്കുന്നില്ല. യുഗാന്ത്യത്തിൽ യേശുവാകുന്ന നിധിയും രത്നവും സ്വന്തമാക്കിയവരും അത് നഷ്ടപ്പെടുത്തി ജീവിച്ചവരും തമ്മിൽ വേർതിരിക്കപ്പെടും. നല്ല മത്സ്യവും ചീത്ത മത്സ്യവും വേർതിരിക്കും പോലെ അതാണ് യേശു പറയുന്ന മൂന്നാമത്തെ ഉപമ. പ്രിയപ്പെട്ടവരെ, യഥാർത്ഥ നിധി, യഥാർത്ഥ രത്നം അത് യേശു തന്നെയാണ്. ആ നിധി കരസ്ഥമാക്കുവാൻ നമ്മുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ വേണ്ടെന്ന് വെക്കുവാൻ നമുക്ക് സാധിക്കണം. ചില കാര്യങ്ങളോട് നോ പറയുവാനുള്ള ആർജവം നമുക്കുണ്ടായിരിക്കണം. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ്റെ വാക്കുകൾ നമുക്ക് ഓർക്കാം. ഫിലിപ്പിയർ 3:8 നമ്മൾ വായിക്കുന്നത്, എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിനെ പറ്റിയുള്ള ജ്ഞാനം കൂടുതൽ വിലയുള്ളതാകയാൽ സർവം നഷ്ടമായി തന്നെ ഞാൻ പരിഗണിക്കുന്നു. അവനെ പ്രതി ഞാൻ സകലവും നഷ്ടപ്പെടുത്തുകയും ഉച്ചിഷ്ടം പോലെ കരുതുകയുമാണ്. ഇന്നത്തെ യോയോ യുഗത്തിൽ ജീവിത വിജയത്തിനായിട്ട് ലോകം അവതരിപ്പിക്കുന്നത് പുതിയ മാനദണ്ഡങ്ങളാണ്. കൂടുതൽ സമ്പത്ത്, കൂടുതൽ സാങ്കേതിക വിദ്യ, കൂടുതൽ സൗകര്യങ്ങൾ, കൂടുതൽ പ്രശസ്തി. എന്നാൽ ആത്മീയ ജീവിതത്തോടുള്ള അവഗണന വർദ്ധിച്ചു വരുന്നു. ഈ പശ്ചാത്തലത്തിൽ ഇന്നത്തെ 3 വായനകൾ ഒരേ ഒരു ചോദ്യം നമ്മോട് ചോദിക്കുകയാണ്: ജീവിതത്തിലെ ഏറ്റവും വലിയ നിധി എന്താണ്? പ്രിയപ്പെട്ടവരെ, ക്രിസ്തു മാത്രമായിരിക്കട്ടെ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ നിധിയും യഥാർത്ഥ നിധിയും. അതിനുള്ള വില കൊടുക്കുവാനൊക്കെ ആയിട്ട് നമുക്ക് സാധിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെല്ലാവരും അതിനായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ.